ഒരേ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ പാലിക്കേണ്ട സമയ ഇടവേള കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങി ഗതാഗത വകുപ്പ്. അമിത വേഗതയും യാത്രക്കാരെ കയറ്റാനായി ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടവും കാരണം അപകടങ്ങൾ വർദ്ധിച്ചതായാണ് ഗതാഗത വകുപ്പിന്റെ കണക്ക്. ഈ മാസം 8-ന് ചേരുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം വിഷയം പരിഗണിക്കും. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ വാഹന അപകടം വർദ്ധിച്ചുവെന്നാണ് ഗതാഗത വകുപ്പ് കണക്ക്. ഇതിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. അമിത വേഗതയും ബസ്സുകൾ തമ്മിലെ കിടമത്സരവും അപകടങ്ങൾ തുടർക്കഥയാക്കുന്നു. ഏത് സമയത്ത് സർവീസ് നടത്തണമെന്ന പെർമിറ്റ് അനുവദിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും തോന്നുന്ന പോലെയാണ് സ്വകാര്യ ബസ്സുകളുടെ സഞ്ചാരം. ഈ പശ്ചാത്തലത്തിലാണ് ബസ് സർവീസുകൾക്കിടയിലെ സമയ ഇടവേള കർശനമായി നടപ്പിലാക്കാൻ ഗതാഗത വകുപ്പ് ഇടപെടുന്നത്. ഹൈക്കോടതി വിധിയുടെ പിൻബലത്തിൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയത്. നഗരസഭ, കോർപ്പറേഷൻ മേഖലകളിൽ ഒരേ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ തമ്മിൽ 5 മിനിറ്റ് ഇടവേള വേണമെന്നാണ് ഗതാഗത വകുപ്പ് നിർദ്ദേശം. പഞ്ചായത്തുകളിൽ ഇത് 10 മിനിറ്റ് വേണമെന്നും നിശ്ചയിക്കുന്നു. ബസ്സുകളുടെ സമയവും വേഗതയും കൃത്യതയും നിരീക്ഷിക്കാനായി GPS അധിഷ്ഠിത ജിയോ ഫെൻസിംഗ് സംവിധാനം വേണമെന്ന ആവശ്യവുമുണ്ട്. ബസ്സുകൾ ഒരേ സമയത്ത് സർവീസ് നടത്തുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയാൽ ലേല നടപടിയിലൂടെ പ്രശ്നപരിഹാരം ആവാമെന്ന നിർദ്ദേശവും ഗതാഗത വകുപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് RB സനു, മീഡിയ 1.